എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വിചാരങ്ങളാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവങ്ങളാണ് സന്തോഷം, ആഹ്ലാദം, ആനന്ദം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടെങ്കിൽ നമ്മൾ കുറേ കൂടി ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ആഹ്ലാദം എന്നാണ്. ആഹ്ലാദം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഒരു 2 ദിവസം അല്ലെ 1-2 ദിവസത്തേക്കുള്ള ഒരു സന്തോഷത്തിനെയാണ് പറയുന്നത് ആഹ്ലാദം. അതൊരു പ്രത്യേക ഒരു ഊർജം നമ്മളിൽ ഉണ്ടാക്കും. ഈ ആഹ്ലാദത്തിന് ആഹ്ലാദ പ്രകടനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് തികച്ചും ശാരീരികമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ പ്രകടനമാണ് ആഹ്ലാദം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് സന്തോഷമാണ്. അത് കുറേ കൂടി സന്തോഷം എന്ന് പറയുന്നത് ശരീരം എന്നതിനേക്കാൾ ഉപരിയായി അത് കുറേ കൂടി ബുദ്ധിപരവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സുഖകരമായ ഒരു അവസ്ഥയ്ക്കാണ് സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ വേറൊരു പ്രത്യേകത, അത് കുറച്ച് നാൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മാസം, 2 മാസം, അല്ലെങ്കിൽ 1 വർഷം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറച്ച് ദീർഘകാലം നമ്മൾ കൂടെ ഉണ്ടാവും. കുറച്ച് കാലം കൂടി നീണ്ട കാലം ഉണ്ടാവും. പക്ഷേ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ആനന്ദം. ആനന്ദം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ആത്മാവിൻ്റെ ഒരു ഭാഗമാണ്. ആത്മാവിൻ്റെ സന്തോഷമാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സുഖകരമായ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആനന്ദം. അപ്പോൾ അതുകൊണ്ടാണ് സ്വർഗീയ ആനന്ദം എന്ന് ബൈബിളിൽ എപ്പോഴും പറയുന്നത്. ആനന്ദിക്കുവിൻ, സ്വർഗീയ ആനന്ദം, നിത്യാനന്ദം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അത് ആത്മാവിൻ്റെ സന്തോഷമാണ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നതും അല്ലെങ്കിൽ അധ്വാനിക്കുന്നതും മനുഷ്യജീവൻ്റെ അടിസ്ഥാന കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു, ജലം, ഭക്ഷണം ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം. അപ്പോൾ പൊതുവേ മനുഷ്യർക്ക് സന്തോഷത്തെക്കുറിച്ചാണ് കൂടുതൽ അറിവുള്ളത്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി ഈ മനുഷ്യർ പൊതുവേ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്നു. ഭൗതികമായിട്ടുള്ള പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനുഷ്യർക്ക് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വിജയങ്ങൾ കിട്ടുമ്പോഴാണ് മനുഷ്യർക്ക് പൊതുവേ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ആ സന്തോഷം ലഭിക്കാനായിട്ട് അവർ ഒത്തിരി കാര്യം ചെയ്യുന്നു. കുറേ കാര്യങ്ങളിൽ അവർ വിജയിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു. കുറേ കാര്യങ്ങളെ അവർ പരാജയപ്പെടുന്നു. അപ്പോൾ അവർക്ക് സന്തോഷപകരം അവർ ദുഃഖിതരാകുന്നു. അപ്പോൾ മനുഷ്യജീവനെ നിലനിർത്താൻ ഈ സന്തോഷം കൂടിയേ തീരും. അപ്പോൾ ഈ സന്തോഷമില്ലാത്ത മനുഷ്യരെ നമുക്ക് കാണാം. അവരെപ്പോഴും ഇങ്ങനെ അവരുടെ ആരോഗ്യവും അല്ലെങ്കിൽ അവരുടെ ഊർജവും ഉന്മേഷവും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കും. എന്നാൽ സന്തോഷമുള്ള മനുഷ്യനാണ് നല്ല ആരോഗ്യവും അല്ലെങ്കിൽ ഊർജവും ഒക്കെ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ സന്തോഷം ലഭിക്കാതെ വരുമ്പോഴാണ് മനുഷ്യർ ദുശീലങ്ങൾ, പ്രത്യേകിച്ച് മദ്യം, ലഹരി വസ്തുക്കൾ അങ്ങനെയുള്ള ദുശീല സ്വഭാവങ്ങളിലേക്ക് മാറുന്നത്. കാരണം മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ സന്തോഷം വളരെ അത്യന്താപേക്ഷിതമാണ്. സന്തോഷം ഇല്ലാതെ വരുമ്പോഴാണ് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്. അവർക്ക് ഭൗതിക വസ്തുക്കളുടെ കുറവുണ്ടായിട്ടല്ല, അവർക്ക് ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യർ ആത്മഹത്യ ചെയ്യുകയും മറ്റു ദുശീലങ്ങൾക്ക് അടിമപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ ഒരുവൻ്റെ സന്തോഷം തീർന്നു കഴിയുമ്പോൾ അവൻ ആ സന്തോഷം കിട്ടാനായിട്ട്
അതിനുള്ള മാർഗ്ഗങ്ങൾ തേടും. അതിന് എളുപ്പമാർഗ്ഗമായിട്ട് മനുഷ്യർ കാണുന്നത് മദ്യം അങ്ങനെയുള്ള ലഹരി വസ്തുക്കളാണ്. ചിലർ എന്തെങ്കിലുമൊക്കെ വിനോദങ്ങളിലേക്ക് ഏർപ്പെടുന്നത്, ചീട്ടുകളി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിനോദങ്ങൾ. പലർക്കും പല രീതിയിലാണ് ഇങ്ങനെ സന്തോഷം കിട്ടുന്നത്. ചിലർക്ക് എപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, അതാണ് അവർക്ക് സന്തോഷം. അപ്പോൾ സന്തോഷം തേടുന്നതിൻ്റെ പിന്നിലെ കാരണം അവർക്കൊരു ജീവനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി, ഒരു ഊർജം, അതാണ് അവർ അന്വേഷിക്കുന്നത്. ഇനി ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഈ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു സംഭവം. ദൈവം തരേണ്ട അല്ലെങ്കിൽ ദൈവം നൽകുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ സന്തോഷമാണ് ആനന്ദം. ഇത് ആത്മാവിൻ്റെ ഭാഗമാണ്, അത് ശരീരത്തിൻ്റെ ഭാഗമല്ല. ഇപ്പം സന്തോഷം ഒരു പരിധിവരെ അല്ലെങ്കിൽ നല്ലൊരു ശതമാനവും ശരീരത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുതിയ വണ്ടി മേടിക്കുന്നു, അതിനൊരു സന്തോഷം കൂടിക്കഴിഞ്ഞാൽ 1 വർഷം വരെ ഉണ്ടാവും. അപ്പോൾ ആ സന്തോഷം ഉള്ളതുകൊണ്ട് ആളുകൾ കുറേ കൂടി കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു, കൂടുതൽ ഉന്മേഷത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ക്രമേണ ഈ സന്തോഷം കുറഞ്ഞു വരും. പിന്നെ അവർ സാധാരണ വലിയ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ സാധാരണ ഒരു ജീവിതാവസ്ഥയിലേക്ക് വരും. ഇതാണ് സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ. സന്തോഷമില്ലാതാകുമ്പോഴുള്ള അവസ്ഥയാണിത്. എന്നാൽ ആനന്ദം, അല്ലെങ്കിൽ ഈശോ പറഞ്ഞ നിത്യാനന്ദം അല്ലെങ്കിൽ സ്വർഗീയ ആനന്ദം എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അതൊരിക്കലും ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കേന്ദ്രീകൃതമായിട്ടല്ല ഈ ആനന്ദം മനുഷ്യന് ലഭിക്കുന്നത്. അത് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സുഖപ്രദമായ ഒരു അവസ്ഥ, ഒരവസ്ഥയാണ് ആനന്ദമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ നന്നായി പ്രാർത്ഥിക്കുകയും നല്ല ആത്മീയ ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അവർക്ക് എത്ര പ്രായമുള്ളവരാണെങ്കിലും അവരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഉന്മേഷവും ഉണർവും സന്തോഷമൊക്കെ തോന്നും. അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യമായോ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ശരി, അവരുടെ മുഖത്ത് ആ കുറവുകളൊന്നും കാണുകയില്ല, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് അതൊന്നും പ്രതിഫലിക്കുകയില്ല. ഒരു ദുഃഖത്തിൻ്റെ നിഴൽ ഒരിക്കലും അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവരെപ്പോഴും സദാ സന്തോഷമുള്ളവരായിരിക്കും. തന്നെയല്ല, അവരോട് എന്ത് കാര്യം പറഞ്ഞാലും അവർ ചെയ്യാൻ സന്നദ്ധരുമാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള ഈ ആനന്ദം അവരെ ഈ പ്രവൃത്തികൾ ചെയ്യാൻ അവർക്കുള്ള ഊർജം നൽകുന്നു, അല്ലെ ശക്തി നൽകുന്നു. ആ ശക്തിയാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ആനന്ദം ലഭിക്കുന്നവർക്ക് മാത്രമേ ഈ ജീവിതം മറ്റു ദുശീലങ്ങൾക്കോ ഇതൊന്നും അടിമയാകാതെ സുഖകരമായി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഈ ആനന്ദം ലഭിക്കാത്തവർ തീർച്ചയായും ദുശീലങ്ങൾക്ക് അടിമപ്പെടും. പ്രത്യേകിച്ച് മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെയൊക്കെ അടിമയെത്തിയിരുന്ന് അങ്ങനെ അവരുടെ ജീവിതം നശിക്കും. അപ്പോൾ ഇതാണ് ഈ ആനന്ദവും സന്തോഷവും ആഹ്ലാദവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഒരു സന്തോഷാവസ്ഥയാണ് ആനന്ദം. അത് ദൈവത്തിൽ, ഈശോയിൽ ആശ്രയിക്കുന്നവർക്കാണ് ആ ആനന്ദം ലഭിക്കുന്നത്. അത് ലഭിച്ചവർ തീർച്ചയായും ദീർഘകാലം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. ഇനി സന്തോഷം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാത്ത മനുഷ്യർക്ക് ഉള്ള ഒരു സുഖകരമായ അവസ്ഥയാണ് സന്തോഷം. അതെപ്പോഴും അവർക്ക് ലഭിച്ചെന്ന് വരികയില്ല. അപ്പോൾ ആ സന്തോഷം തീർന്നു കഴിയുമ്പോൾ സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ലഹരി വസ്തുക്കൾ അങ്ങനെയുള്ള ഉപാധികൾ ഉപയോഗിക്കുന്നത്. ഇനി ആഹ്ലാദം എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്കുള്ള വലിയ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെയുള്ള ഒരു ഉന്മേഷാവസ്ഥയാണ് ആഹ്ലാദം. ഇത് വേറൊരു കാര്യം, ഈ ആനന്ദം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല, സർവ്വ ജീവജാലങ്ങൾക്കും ജീവൻ്റെ നിലനിൽപ്പിന് ഈ ആനന്ദം വളരെ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യന് മാത്രമല്ല ആനന്ദം വേണ്ടത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വായു കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ആനന്ദം തന്നെയാണ്. മുമ്പ് പറഞ്ഞ പോലെ ആനന്ദവും ഇല്ലാതെ വരുമ്പോഴാണ് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്.
വലിയ വലിയ ധനികർ സമ്പത്തുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്? അവർക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? അവർക്കുള്ള കുറവ് ഇതാണ്: ജീവിതത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടുന്നു. ആനന്ദം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മൃഗങ്ങൾക്കും അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കെല്ലാം ഈ ആനന്ദം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന ഒരു വളർത്തുനായയെ നമ്മൾ ഒരു ദിവസം പിടിച്ച് കൂട്ടിലാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും വളരെ അവശനായി, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഊർജവും നഷ്ടപ്പെട്ട പോലെ തളർന്ന് ഏതെങ്കിലുമൊക്കെ ആ കൂടിൻ്റെ മൂലയ്ക്ക് ഇരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അതിന് ഭക്ഷണത്തിൻ്റെ കുറവുണ്ടായിട്ടല്ല, അതിന് അതിൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതങ്ങനെയായി തീർന്നത്. ഇതാണ് ഈ ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമാണിത്. അപ്പോൾ ആനന്ദം ദൈവത്തിൽ നിന്ന് വരുന്നു. അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ആനന്ദം ലഭിക്കുന്നത്. അല്ലാത്തവർക്ക് വെറും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നൈമിഷികമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ തീർന്നു പോകും. അവർ വീണ്ടും സന്തോഷത്തിന് വേണ്ടി പലവിധ ഉപാധികൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ അവസാനം ഈ ഉപാധികളൊന്നും അവർക്ക് സന്തോഷം ലഭിക്കാതെ വരുമ്പോൾ അവർ നിരാശരായി അവരുടെ ജീവിതം വളരെയധികം ദുർഘടമായിത്തീരും.